നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ബഹുമാനിക്കാത്ത ധ്യാൻ ശ്രീനിവാസിനെ ക്രൂരമായ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്ന സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് 8ന്റെ പണി കൊടുത്തു കേരള സമൂഹം. സൈബർ സഖാക്കൾ എന്ന പേരിൽ എന്ത് വൃത്തികേടും വിളിച്ചു പറയാമെന്ന് വിചാരിച്ച് ഇത്തരം വിഷയങ്ങളിൽ പോലും ഒരു ബോധവുമില്ലാതെ അന്ധമായ പിണറായി ഭക്തിമുത്ത് വിവരക്കേടും വൃത്തികേടും വിളിച്ചു പറയുന്നവർക്കുള്ള ശക്തമായ താക്ക് കേരള പൊതുസമൂഹം ഒറ്റക്കെട്ടായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു, അന്തിമോപഹാരം അർപ്പിക്കുന്നു. അതിനുശേഷം മകൻ ധ്യാൻ ശ്രീനിവാസിനെ സ്പർശിക്കുന്നു. ധ്യാൻ പിണറായി നോക്കുന്നു, തലയാട്ടുന്നു. അതിനുശേഷം ആ ഗേതത്തോടു കൂടി, ആ ട്രോമയോട് കൂടി അവർ ഇരിക്കുന്നു. തൊട്ടടുത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ഇരിപ്പുണ്ട്. അവരെ ഒന്ന് വിളിക്കുന്നു, അവരും നോക്കുന്നു, അതേ അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അപ്പുറത്ത് നിന്ന് ഒരു യുവതി എഴുന്നേറ്റ് നിന്നപ്പോൾ അത് വേണ്ട, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ ഇരുത്തുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം ഒരു മരണ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന്, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷേ അതിനുശേഷം പിണറായി വിജയൻ ഒപ്പം വന്ന ഒരാൾ ധ്യാനിനെ കസേരയിൽ നിന്ന് കുത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മുതലാണ് ഈ ചർച്ച ഈ വിധത്തിലേക്ക് നാശകരമായി പോയത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള കുറേ പരിവാരങ്ങളുണ്ട്. അദ്ദേഹം രാജാവാണ്, ദൈവമാണ് എന്നൊക്കെ കരുതുന്ന കുറേ അടിമ ഭക്തരുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും കാട്ടിക്കൂടുന്ന വിക്രിയകൾ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നത് പിണറായി വിജയനെയും LDF സർക്കാരിനെയും തന്നെയാണ്. എന്തിനധികം പറയുന്നു, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് അതിശക്തമായ ദയനീയമായ തിരിച്ചടി ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പിണറായി വിജയന്റെ അഹങ്കാരം, ധിക്കാരം, ദാഷ്ട്യം, വെല്ലുവിളി തുടങ്ങിയ ഘടകങ്ങളായിരുന്നു എന്ന് പല സാധാരണക്കാരും പൊതുപ്രതികരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. നോക്കുക, ശ്രീനിവാസിന്റെ വിയോഗം മലയാളികൾക്കെല്ലാം വലിയ നൊമ്പരമാണ്, വിഷമമാണ്. അങ്ങനെ വലിയൊരു വിഷമത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ഈ വീഡിയോ ക്ലിപ്പുകൾ വരുന്നത്. ഈ വീഡിയോ ക്ലിപ്പുകൾ കാണുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അറിയാം ധ്യാൻ ശ്രീനിവാസൻ അനുഭവിച്ച ട്രോമ എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ശ്രീനിവാസനെ തിരശീലയിൽ മാത്രം കണ്ടു പരിചയമുള്ള നമുക്ക് ശ്രീനിവാസന്റെ വിയോഗം വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇത്രയും വർഷം ജീവിച്ച എന്നും കാണുന്ന ആ മക്കൾക്ക് എത്രമാത്രം ട്രോമ ഉണ്ടാകും, വിഷമം ഉണ്ടാകും എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിലും വലുതാണ് പിണറായി രാജാവിനോടുള്ള അടിമ ഭക്തി എന്ന് കരുതുന്ന കുറെ സൈബർ വെട്ടുകിളി കൂട്ടങ്ങളാണ് ഈ പ്രശ്നത്തെ ഇത്രയധികം പ്രശ്നവൽക്കരിച്ചത്. അതിനുള്ള തക്കതായ മറുപടി ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.